ഹായ്, ഞാൻ ശ്രുതി കേട്ടോ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറഞ്ഞ പച്ചക്കറികൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കുക്കറിൽ കുറച്ച് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുത്ത പരിപ്പ് ഒരു 2 ഗ്ലാസ്സാണുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സാണ് നമ്മൾ അളവിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിൻ്റെ അളവാണ് പറഞ്ഞത്, അതൊന്നും തെറ്റാണ്ടിരിക്കണേ. ഇനി വേവിച്ച് വെച്ച പരിപ്പിലോട്ട് നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇരുമ്പമ്പുളി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ പുളിക്കനുസരിച്ച് എത്രത്തോളമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. കാരണം തക്കാളിക്ക് ചെറിയൊരു പുളി ഉണ്ടാവും, ബാക്കി പുളി നമുക്ക് ഈ ഒരു ഇരുമ്പമ്പുളിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഒരു വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകിൻ്റെ അളവും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കുക, കാരണം ഓൾറെഡി പരിപ്പ് നമ്മൾ വേവിച്ചതാണ്, അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക. ആ തക്കാളിയൊക്കെ വെന്ത് വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കാം. നമ്മളിവിടെ ഒരു 1/4 കപ്പ് നാളികേരം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും ഇരുമ്പമ്പുളിയൊക്കെ ഇതുപോലെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ചിട്ടുള്ള നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പയ്യൊന്ന് ഇളക്കി കൊടുത്തിട്ട് കറി കുറുകിയിരിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ പരിപ്പും തക്കാളിയും എല്ലാം വെന്തതായതുകൊണ്ട് തന്നെ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ നോക്കുക. ഇനി ഇതുപോലെ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് സ്പെഷ്യലായിട്ടൊന്ന് താളിച്ചും കൂടി ചേർക്കണം, എന്നാലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണ ഇട്ട് നമുക്ക് കടുകിട്ടിട്ടൊന്ന് പൊട്ടിക്കാൻ കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ചെറുള്ളി അരിഞ്ഞതും വേപ്പിലും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8-10ഓളം ചെറുള്ളി നമുക്ക് എടുക്കാം ഇതിനായിട്ട്. അതൊന്ന് ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടിയായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയിൽ ഈ മുളക് പൊടിയൊക്കെ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പൊടി കരിഞ്ഞു പോകും. എന്നിട്ട് ഇതൊന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്കിത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിയിലിപ്പം പപ്പടം അല്ലെങ്കിൽ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ല കോമ്പിനേഷനായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ പപ്പടവും ഈ ഒരു കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്ത് കൂട്ടിയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഉണ്ടാക്കി നോക്കുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതായത് നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. വീണ്ടും കാണുന്നവരെ ബൈ.